ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതു, എനിക്ക് പറക്കാൻ തോന്നുന്നേ, എന്തൊരു രസം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറന്ന് വരുക. അത് കണ്ടതും ഭദ്രനും വിലാസിനെയും കൂടെ, മോളെ നമുക്ക് പറക്കാം, അതിനു മുമ്പ് അച്ഛനും മോളോടൊരു കാര്യം പറയാനുണ്ട്, വാ 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 ഇവിടെ വന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ പിടിച്ച് അവിടെ ഇരുത്തുക. എന്നിട്ട് ഗീതുവിനോട്, മോളെ അച്ഛൻ മോൾക്ക് വേണ്ടി കുറച്ച് പണം സമ്പാദിച്ച് സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്, ആ പണം ബാങ്കിൽ ഇടണം, അതിനു വേണ്ടി ബാങ്കിൽ നിന്ന് എടുക്കണം, അതിനു വേണ്ടി മോളെ എനിക്കൊരു സഹായം ചെയ്തു തരണം, ഇതിലൊരു സൈൻ ചെയ്തു തരണം എന്നും പറയുക. അച്ഛനോ എനിക്ക് വേണ്ടിയോ? എത്ര രൂപയുണ്ട്? അത് കേട്ടതും ഭദ്രൻ, ലക്ഷങ്ങളൊന്നുമില്ല, പക്ഷെ ഒരു 10-25,000 രൂപ കാണും. 10-25,000 രൂപ, അതിനു വേണ്ടിയാണോ അച്ഛൻ എന്നോട് ഈ ഒപ്പിട്ട് ചോദിക്കുന്നത്? അച്ഛ, എനിക്ക് 10-25,000 രൂപയൊന്നും വേണ്ട. എൻ്റെ മോളെ അങ്ങനെ പറയല്ലേ, അച്ഛനെ കള്ളു കുടിക്കാൻ വേണ്ടിയല്ലേ എന്നോട് 10-25,000 രൂപ എടുക്കാൻ ഈ ഒപ്പിട്ട് മേടിക്കുന്നത്? അയ്യോ മോളെ, അല്ല, അച്ഛൻ കള്ളു കുടിക്കാൻ പോകുമ്പോൾ മറ്റുള്ളവരുടെ പെഗ് അടിച്ചു മാറ്റിയും ടിപ്പ് കൊടുക്കാതെയും കുടിച്ചു വരുന്ന കാശൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ടേ അച്ഛൻ മോക്ക് വേണ്ടി ചേർത്ത് വെച്ചതാ. അതുകൊണ്ട് മോള് ഇതിൽ ഒപ്പിട് മോളെ, ഒപ്പിട്, എനിക്ക് വേണ്ടച്ച, ആ പൈസ ആരെങ്കിലും എടുത്തോട്ടെ. അങ്ങനെ പറയരുത്, അങ്ങനെയാണെങ്കിൽ ആ പൈസ ഗവൺമെൻറ് എടുക്കും. സാരമില്ല, ഗവൺമെൻറ് എടുത്തോട്ടെ, ഗവൺമെൻറ് ഇപ്പോൾ കഷ്ടത്തിലിരിക്കുവാണല്ലോ, അപ്പം പിന്നെ ഗവൺമെൻറ് എടുക്കുന്നതിന് എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് ഗീതു, അയ്യോ അങ്ങനെ പറയരുത്, മോൾക്ക് വേണ്ടി അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ട് മാറ്റിവെച്ച പണമല്ലേ, മോളുടെ കല്യാണം നടന്നത് ആർഭാടമൊക്കെ ആയിട്ട് തന്നെയാണ്, പക്ഷേ അങ്ങനെ നടന്നെങ്കിലും മോൾക്ക് വേണ്ടിയുള്ള പണമാണ് അതുകൊണ്ട് മോൾ അത് എടുക്കണം, അതുകൊണ്ട് മോൾ ഒപ്പിടും മോളെ എന്ന് പറഞ്ഞ് വിലാസിനെയും ഇത് കേട്ടത്, ഒപ്പിട് ഗീതു, വേണ്ട, പിന്നെ ഒപ്പിടാം, എനിക്കിപ്പോൾ കുറേ പറക്കണം, അതൊക്കെ നമുക്ക് പറക്കാം, ഇത് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് മോൾ പറഞ്ഞോ, വാ ഒപ്പിട് എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിപ്പിക്കാൻ പോകുക. അപ്പോഴേക്കും ഗീതു പേന മേടിച്ചിട്ട് ഇന്ന് ഇട്ട് തരാം എന്നും പറഞ്ഞുകൊണ്ട് ഒപ്പിടാൻ പോകുമ്പോഴേക്കും ഗീതുവിൻ്റെ തല പെരുത്ത് കയറുന്ന പോലെ തോന്നി. എന്നിട്ട് മാറി നിൽക്ക്, എല്ലാവരും മാറി നിൽക്കങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പേനയെ ഒരൊറ്റ ഏറെറിഞ്ഞ് ഗീതു ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുക. അത് കണ്ടത് വിലാസിനെയും ഭദ്രനും, അയ്യോ എല്ലാം തൊലഞ്ഞല്ലോ ഭദ്രേട്ടാ, ഇനി എന്ത് ചെയ്യും? അവൾ ഒപ്പിടാതെ പോയി. അയ്യോ എനിക്കറിയില്ല വിലാസിനെ, എങ്ങനെയെങ്കിലും ഇതിൽ ഒപ്പിട്ട് മേടിച്ച് 50 ലക്ഷം രൂപ രാധികാമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ഈ സമയം താഴേക്ക് ചെന്നു നമ്മുടെ ഗീത് പറന്ന് ചെല്ലുക. അപ്പോഴേക്കും രാധികയും വരുണും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും ഗീതുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം അമ്മേ, അതെന്തായാലും ഭദ്രനും വിലാസിനെയും നോക്കിക്കോളും. രാധികാമ്മേ എന്നൊരു വിളി കേട്ടതും രാധികയും വരുണും ഇങ്ങനെ നോക്കുക, ഈശ്വര ഇതെന്താ ഇവൾ ഇങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഗീതു പറന്ന് വന്ന് രാധികാമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുക. അപ്പോഴേക്കും ചെന്നത് രാധികനെ കാണാനില്ല. എവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നോ? എനിക്ക് കുറേ സത്യങ്ങൾ വിളിച്ചു പറയാനുണ്ട്. അത് കേട്ടത് രാധിക, എന്താടി, എന്ത് സത്യം നിനക്ക് വിളിച്ചു പറയാനുള്ളത്? അതൊക്കെയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക. അനാവശ്യം വിളിച്ചു പറയരുത്, വിളിച്ചു പറയും, രാധികാമ്മയെക്കുറിച്ചുള്ള പല സത്യങ്ങളും എനിക്ക് വിളിച്ചു പറഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ നോക്കുക രാധികയെ പ്രയത്തെ പോലെ. ഗീതു അങ്ങനെയൊന്നും ചെയ്യരുത്, ഇതുവരെ കിഷോറും നീയുമായിട്ടുള്ള ബന്ധം ഞാനിവിടെ ആരോടും പറഞ്ഞിട്ടില്ല, കിഷോറിനോടൊപ്പം നീ പോയ വിവരം പോലും ഇവിടെ ആർക്കും അറിയില്ല, അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കാര്യങ്ങളും നീ പറയരുത്. നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് പുല്ല, പക്ഷേ ഇന്നത്തോടെ ഞാനെല്ലാം വിളിച്ചു പറയണമല്ലോ, നിങ്ങൾ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അത് കേട്ടതും രാധിക, നിന്നെ ഞാൻ കൊല്ലുവടി. കൊല്ലുവോ? എന്നെ കൊല്ലുവോ? അതെന്താ നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞേ? ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ടല്ലേ? എന്നാലേ നിങ്ങൾ എന്നെ ഒന്ന് കൊന്നു കാണിക്കും, ഞാൻ കാണിച്ചു തരാം, ഞാനേ ഇപ്പം തന്നെ എല്ലാവരും വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഊഞ്ഞാലിലേക്ക് ചാടിക്കയറി ഗീതു, പ്രിയേ, രേഖേച്ചി, കാഞ്ചന, ഓടിവാ, എനിക്ക് ഒരു സത്യം തുറന്നു പറയാനുണ്ട്, ഓടിവാ. ഇവൾക്ക് എന്താ? ഗീതു താഴെ ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഞാൻ താഴെ ഇറങ്ങത്തില്ല, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും രേഖയും കാഞ്ചന ഓടി വന്നു. വാ ഗീതു, എന്താ ഇത്? നീ എന്തിനാ ഊഞ്ഞാലിൻ്റെ മേലെ കയറി നിൽക്കുന്നേ? അതേ, നിങ്ങളൊക്കെ അറിയാത്തൊരു വലിയ രഹസ്യവും സത്യവും എനിക്ക് നിങ്ങളോടൊക്കെ പറയണം, അതിനു വേണ്ടിയാ ഞാൻ ഇതിൻ്റെ മേളിൽ കയറി നിൽക്കുന്നേ. ഇനി ഒരാളൂടെ വരാനുണ്ടല്ലോ, പ്രിയേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വിളിക്കുക. അപ്പോഴേക്കും പ്രിയ വന്നു. എന്താ ചേച്ചി, എന്തു പറ്റി? ചേച്ചി എന്താ മേളിൽ കയറി നിൽക്കുന്നേ? എനിക്ക് എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോഴേക്കും ഗീതു എല്ലാവരെയും കണ്ടതും ചാടി ഇറങ്ങി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ത്രില്ലായിട്ടോടുകൂടി എല്ലാവരും കേട്ടോ എന്നും പറയണം. സൊല്ല് എല്ലാവരും സൊല്ല്. ഗീതു പാപ്പ
സൊല്ലപ്പോറ കഥ നല്ലാ இருக்குமா സൂപ്പറായിരിക്കും. നല്ലൊരു സത്യം പറയാൻ പോന്നെ. രേഖ, നീ ഇവളെ വിളിച്ചുകൊണ്ട് അകത്ത് പോ, ഇല്ലെങ്കിൽ ഇവളെ ഇന്ന് ഈ രാത്രി ഇവിടെ മനുഷ്യരുടെ ഉറക്കം കളയും. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയട്ടെ വരണേട്ടാ, അതിന് തടയുന്നത് എന്തിനാ എന്നും രേഖ അത് കേട്ടതും, ഓ സിനിമാ കഥ കേൾക്കാനാണോ നിന്നെ? അല്ലെങ്കിൽ ഇവളും പറയാൻ പോകുന്നത് സിനിമാ കഥയൊന്നും ആയിരിക്കില്ല. അപ്പം പിന്നെ പ്രപഞ്ച സത്യമായിരിക്കും എന്നും പറഞ്ഞ് നമ്മുടെ ഭദ്രനും വിലാസിനെ അങ്ങോട്ട് വരിക. മോളെ, പ്രപഞ്ച സത്യം അച്ഛനും ഒരു ദിവസം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രപഞ്ച സത്യമല്ല, ഇത് ഉള്ള സത്യം എന്നും പറഞ്ഞ ഗീതു. എന്നാ പിന്നെ നാളെ പറയാം എന്നും വിലാസിനി. അത് കേട്ടതും ഭദ്രൻ, നാളെ പറഞ്ഞ ഒക്കത്തില്ല, ഇന്ന് തന്നെ പറയണം. നാളെ പറഞ്ഞത് കള്ളമായി പോവും. അച്ഛൻ പറഞ്ഞതാണ് ശരി, എന്നാ പിന്നെ ഞാനത് പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പറയാനായിട്ട് വായ തുറക്കുക. അപ്പോൾ രാധിക ഗീതു എന്നും പറഞ്ഞ് വിളിക്കുക. അമ്മ എന്തിനാ തടയുന്നേ? എന്തായാലും ഗീതു ചേച്ചി പറയട്ടെ. കാഞ്ചനാക്ക சொல்லட்டுமா? சொல்லு പാപ്പാ, നിറയെ சொல்லு. അപ്പോഴേക്കും നിങ്ങളൊക്കെ എന്താ കരുതിയേ? ഇവള് സ്വയബോധത്തോടെ ചെയ്യുന്നതല്ല ഇതൊന്നും. ഇവൾക്ക് അസുഖം മൂത്തിരിക്കുക, അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നും പറയുവാണ്. അത് കേട്ടതും ഗീതു നേരെ ഊഞ്ഞാലെ കയറിയിരുന്നു. അപ്പോൾ വരുൺ അത് വീഡിയോ എടുക്കുക, ഞാൻ പറയാൻ പോകുന്ന സത്യങ്ങളൊക്കെ കേട്ടോട്ടോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ രാധിക, ഇതെന്തിനാ? അതെ, നാളെ കോടതി കാണിക്കാൻ ചിലപ്പോൾ ഇത് നമുക്കൊരു തെളിവായേക്കും. കാരണം ഇവൾക്ക് ഭ്രാന്ത് മൂത്ത് ഇവള് വിളിച്ചു പറയുന്നതൊക്കെ നമുക്ക് തെളിവായിട്ട് കാണിക്കാമല്ലോ. വരുണേട്ടാ, എടുത്തോ വീഡിയോ എടുത്തോ, നാളെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കോടതിയിൽ കാണിക്കാം. അപ്പോൾ രാധിക, വരുണേ നീ അത് മാറ്റി വെക്കേ, അവൾ വല്ല വൃത്തികേടും പറഞ്ഞാൽ നമുക്കത് നാണക്കേടായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് മൊബൈൽ എടുത്ത് വെപ്പിക്കുക. ഈ സമയം ഗീതു ഇറങ്ങി. അപ്പോൾ കാഞ്ചന, സൊല്ല് പാപ്പ, ഗീതു പാപ്പ സൊല്ല്. അപ്പോൾ ഗീതു രാധികയെ ഇങ്ങനെ നോക്കുക തുറച്ച്. അപ്പോഴേക്ക് കാഞ്ചനയ്ക്ക് ചന്ദ്രമുഖിയായിട്ടാണ് ഗീതുവിന് തോന്നിയത്. പാട്ട് കേൾക്കുതാ രേഖ പാപ്പ? ഇല്ല. അതെ, ഇപ്പം ഗീതുവിൻ്റെ അടുത്തു നിന്നും ഒരു പാട്ട് വരുന്നുണ്ട്, രാരാ എന്ന് പറഞ്ഞ പാട്ട്. പാട്ടോ? എനിക്ക് കേട്ടില്ലല്ലോ. അതെല്ലാവർക്കും കേൾക്കാത്. അപ്പോൾ ഗീതുവിനോട് പറഞ്ഞപ്പോൾ ഗീതു, എന്തായാലും ആ കഥകളൊക്കെ പറയേണ്ട ഒരാൾ ഞാനല്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു മൊബൈൽ എടുത്തിട്ട് വിജയലക്ഷ്മിയെ ഫോൺ വിളിക്കുക. അപ്പോൾ വിജയലക്ഷ്മി ഫോൺ എടുത്തു. ഹലോ, എന്താ ഗീതു മോളെ? സോറി മാഡം, ഈ പാതിരാത്രി വിളിച്ച് ശല്യം ചെയ്തതിന് എന്നോട് ക്ഷമിക്കണം. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞേ? മോക്ക് ഏത് പാതിരാത്രിയും എന്നെ വിളിക്കാമല്ലോ. മാഡം, ഞാൻ മാഡത്തിനോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്ത് കാര്യം? അതേ, അറയ്ക്കൽ തറവാട്ടിൽ പണ്ട് നടന്ന ആ പഴയ കഥകൾ ഒന്നോടൊന്ന് പറയാമോ? അതൊക്കെ എന്തിനാ ഇപ്പം പറയുന്നേ? മാഡം, അത് കേൾക്കാനേ ഇവിടെ നിറയെ ആൾക്കാർ ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. ഗീതു, നിനക്കെന്താ സമനില തെറ്റിയോ? നീ എന്താ സ്വബോധം ഇല്ലാതെ സംസാരിക്കുന്നേ? എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ എന്നും ചോദിക്കുകയാണ്. ബോധമൊന്നുമില്ല മാഡം, അതുകൊണ്ടല്ലേ പറഞ്ഞത് എല്ലാ സത്യങ്ങളും ഇവിടെയുള്ളവർക്കൊക്കെ അറിയണമെന്ന്. അതുകൊണ്ട് മാഡം ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഗീതു, നീ അടി മേടിക്കും. എന്നെ അടിക്കാൻ മാഡം ഇവിടെ ഇല്ലല്ലോ. സാരമില്ല, മാഡം എന്നെ അടിച്ചാലും എനിക്ക് കുഴപ്പമില്ല. മാഡം ഒന്ന് പറഞ്ഞു കൊടുക്ക്. നീ ആ രാധികയുടെ കയ്യിൽ ഫോൺ കൊടുത്തേ. അപ്പോൾ രാധികയുടെ കയ്യിലേക്ക് ഗീതു ഫോൺ കൊടുക്കുക. അപ്പോൾ വിജയലക്ഷ്മി, രാധികയെ എന്താടി, നിനക്ക് എന്താ വേണ്ടത്? ഇത്രയും പ്രശസ്തിയായ ഒരു പാട്ടുകാരിയെ നീ എന്ന് വിളിക്കാനുള്ള അധികാരമൊന്നും രാധികയ്ക്കില്ല. അതിന് മാത്രം വലിയ പണക്കാരിയൊന്നും അല്ല നീ ഏത് വഴിയാണ് വന്നതെന്നൊന്ന് ചിന്തിച്ചാൽ നീ വാ പോന്നുള്ള വിളിയൊക്കെ അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കണം. നിന്റെ മാനം ഞാൻ കെടുത്തും, മനസ്സിലായല്ലോ എന്നും പറയുക. അത് കേട്ടതും, ശരി, എന്താ നിങ്ങൾക്ക് വേണ്ടേ? ഗീതുവിന് എന്താ സംഭവിച്ചത്? ആർക്കും അതറിയില്ല. നിനക്കറിയാതെ ഒന്നും ഗീതുവിനൊന്നും സംഭവിക്കില്ല. ഗീതുവിന് എന്താ സംഭവിച്ചതെന്ന് പറയാൻ അവൾ മര്യാദയ്ക്കല്ല സംസാരിക്കുന്നത്. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് പറ. നീ അറിയാതെ അറയ്ക്കല്ലേ ഗീതുവിനെതിരെ ഒന്നും സംഭവിക്കില്ല. പറ, അവൾക്ക് എന്താ പറ്റിയത്? അവൾ എന്നോട് ഇതുവരെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. പറയാൻ എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? അവൾക്ക് എന്താ പറ്റിയതെന്നറിയാതെ എല്ലാവരും ചുറ്റും കൂടി നിൽക്കുക. നീ മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അറയ്ക്കലിലേക്ക് എത്തും. അത് വേണ്ടായെങ്കിൽ സത്യങ്ങളൊക്കെ തുറന്നു പറ. അത് കേട്ടതും രാധിക ആകെ ടെൻഷൻ അടിച്ച്, ഈശ്വര, ഞാനിപ്പോൾ ഇവരോട് എന്താ പറയുക? വേണ്ട, ഇങ്ങോട്ട് വരണ്ട, ഞാനിപ്പോൾ പറയാം എന്നും പറഞ്ഞുകൊണ്ട് രാധിക അങ്ങോട്ട് പോവുക. അയ്യോ, എൻ്റെ ഫോണ് തന്നിട്ട് പോവും എന്നും പറയുമ്പോൾ ഗീതുവിനെ തിരിഞ്ഞു നോക്കി രാധിക അങ്ങോട്ട് മാറുക. എന്താ നിനക്ക് മറുപടി പറയാൻ ഇത്രയും താമസം? ഗീതുവിന് എന്താ പറ്റിയെന്ന് ഞങ്ങൾക്കറിയില്ല. അവളുടെ ഉള്ളിൽ എന്തോ മയക്കമരുന്ന് ചെന്നിട്ടുണ്ട്. മയക്കമരുന്നോ? എനിക്ക് തോന്നി. ഞാൻ കരുതിയത് അവൾ മദ്യപിച്ചു എന്നാ. പക്ഷെ മയക്കമരുന്ന് അവളുടെ വയറ്റിനുള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആരോ അത് കൊടുത്തിട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, എനിക്കറിയില്ല, സത്യമായിട്ടും അറിയില്ല അവളുടെ ഉള്ളിൽ എങ്ങനെയോ മയക്കമരുന്ന് ചെന്നെന്ന്. രാധികയെ, ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല, നിനക്കും അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പാതിരാത്രി മുഴുവനും നിനക്ക് ശിവരാത്രി ആയിരിക്കും. നീ ഉറങ്ങില്ല. കാരണം അവളുടെ മനസ്സിൽ കിടക്കുന്ന സത്യങ്ങൾ മുഴുവനും അവൾ വിളിച്ചു പറയും.
അത് മുഴുവനും നിന്നെക്കുറിച്ചുള്ള സത്യങ്ങളായിരിക്കും. അങ്ങനെ ഒരു കാര്യം നീയോ നിന്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെ വന്ന് വിനയായിട്ട് സംഭവിക്കും. നോക്കിക്കോ. എന്തായാലും ഞാൻ ഇപ്പോൾ വെക്കുക. ഗീതുവിനെ ഞാൻ നാളെ കണ്ടോളാം. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞാൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ വെറുതെ വിടില്ല രാധികയെ. സൂക്ഷിച്ചും കണ്ടൊക്കെ ജീവിച്ചോ. അറയ്ക്കല്ല് ജീവിക്കാനുള്ള നിന്റെ ഈ ഒരു ജീവിതം ഞാനാ നിനക്ക് വിട്ടു തന്നത്. അത് മനസ്സിൽ കുറിച്ച് വെച്ചുകൊണ്ട് ജീവിച്ചോ. ഇല്ലെങ്കിൽ നിന്റെ സ്ഥാനം അവിടെ ഇല്ലാതെയാവും. മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി ഫോൺ കട്ട് ചെയ്യുക. പാവം ഗീതു, അവളെ എന്തോ കുടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ ആവട്ടെ, അവളോട് തന്നെ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി നിൽക്കുക. ഈ സമയം രാധിക അങ്ങോട്ട് ചെന്നു. അതെ, ഇവിടെ ഇപ്പോൾ ആർക്കും ഒന്നും കേൾക്കണ്ട. എല്ലാവരും അവരവരുടെ റൂമിൽ പോ. പ്രിയേ മോളെ നീ പോയി കിടന്നോ. അപ്പോൾ പ്രിയ അങ്ങോട്ട് പോയി. ഈ സമയം രേഖയും കാഞ്ചനയും പോയി. അപ്പോൾ രാധിക, ദേ മര്യാദയ്ക്ക് ഇവിടെ വിളിച്ചോണ്ടോ, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. മോളെ ഗീതു, നമുക്ക് പോകാം വാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ വിളിക്കുക. അമ്മേ, നമുക്ക് പുറത്ത് പോയിരുന്ന് കാറ്റ് കൊള്ളാം. കൊള്ളാമല്ലോ, നമുക്ക് കുറേ കാറ്റ് കൊള്ളാം. അതെ, ഇവിടെ നിന്ന് തല്ല് കൊള്ളുന്നതിന് മുമ്പ് പോകാം വാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ കൊണ്ട് പോവുക. എൻ്റെ ഫോണിതാ. അപ്പോൾ രാധിക ഫോൺ കൊടുത്തു. അങ്ങനെ പോയി കഴിഞ്ഞതും വിലാസിനെയും ഗീതു മുകളിലെത്തിയതും ഭദ്രൻ ചോദിക്കുക, അതെ ഞാനേ എന്താ ചെയ്തതെന്നറിയാമോ? അവളെ കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിപ്പിക്കാൻ ഒരു മയക്കമരുന്ന് ജ്യൂസിൽ കലക്കി കൊടുത്തതാ മാഡം. സോറി രാധികാമ്മേ, ആ ജ്യൂസ് തലയ്ക്ക് പിടിച്ചാലേ ഇനിയും പ്രശ്നവും. വെറുതെ അല്ല അവൾ വായ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് ദേ പെട്ടുപോയത് ഞാനാ. ദേ ഇങ്ങനെയുള്ള വൃത്തികേടുകളൊന്നും ചെയ്യണ്ട. അവളെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ വേറെ എന്തെങ്കിലും വഴി നിങ്ങൾക്ക് നോക്കിക്കൂടായിരുന്നോ എന്നൊക്കെ പറയണം. അത് കേട്ടതും അങ്ങനെ ഒരു വഴിയൊന്നും കിട്ടിയില്ലല്ലോ രാധികാമ്മേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വഴി. ഇതിപ്പോൾ തലയ്ക്ക് പിടിച്ചിട്ടില്ല, കുറച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോൾ ഇതിനേക്കാളും വലിയ പ്രശ്നമായിരിക്കും. രാത്രി ഉറക്കം പോലും കിട്ടില്ല. അല്ല രാധികാമ്മേ, ഗീതു എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയണമെന്ന് പറഞ്ഞ് വിളിച്ചത് ആ പാട്ടുകാരി വിജയലക്ഷ്മി അല്ലേ? എന്ത് സത്യം പറയാനാ രാധികാമ്മ വിളിച്ചത്? സത്യം എനിക്കറിയാമല്ലോ. തനിക്കറിയുന്ന സത്യം തൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോളാം. അതെങ്ങാനും പുറത്തേക്ക് വന്നാൽ തന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. മനസ്സിലായോ? മനസ്സിലായി. ഞാനങ്ങനെ ആരോടും പറയുമൊന്നുമില്ല രാധികാമ്മേ. അങ്ങനെയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ദേ ഇപ്പം തന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വ്യക്തമായിട്ട് കൃത്യമായിട്ട് ചെയ്. എന്നിട്ട് താൻ വാ. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട. മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രാധിക അങ്ങോട്ട് മാറുക. അപ്പം ഭദ്രൻ്റെ മുകളിലേക്ക് പോയി. എന്നാലും എന്ത് രഹസ്യമായിരിക്കും ഗീതുവിനറിയുന്ന രഹസ്യം? അതും ഇത്രയും വർഷം കൂടെ ഉണ്ടായിട്ടും ഞാനറിയാത്ത രഹസ്യം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഭദ്ര പോകുന്നത്. ഈ സമയം ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയോ രാധിക. എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോഴേക്കും അജാസ് ഫോൺ വിളിക്കുകയാണ്. പറ അജാസ്. മാഡം, ഗോവിന്ദ് സാർ ഇവിടെ ഇല്ല. ഗോവിന്ദ് അവിടെ പോയി? ഞാൻ തന്നോട് പറഞ്ഞതല്ലേ ഗോവിന്ദൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന്. ഗോവിന്ദനൊരു പ്രശ്നവും ഉണ്ടാവരുതെന്ന്. അവനിവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഭയങ്കര ടെൻഷനില്ല. അങ്ങനെയുള്ളപ്പോൾ ഗോവിന്ദൻ എന്തെങ്കിലും സംഭവിച്ചാൽ അജാസ് എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല. മാം സോറി, ഇത്രയും നേരം സാറിൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ. പക്ഷേ പെട്ടെന്ന് സാറ് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് പോയി. ഞാൻ നോക്കിയപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടും സാറ് വാഷ്റൂമിൽ നിന്ന് വരുന്നില്ല. പുറത്ത് വന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെയും ഇല്ല. അതുകൊണ്ടാണ് കാറ് പോലും കാണുന്നില്ല. അജാസ്, ഗോവിന്ദ് കുടിച്ചിട്ടുണ്ടോ? നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് മാം. മൊത്തം ഫിറ്റാ. ഈശ്വര, എത്രയും പെട്ടെന്ന് ഗോവിന്ദനെ തേടി കണ്ടുപിടിക്കേ, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. സോറി മാം, ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഗോവിന്ദന് ഒരാപത്ത് സംഭവിക്കരുതെന്ന് ഏൽപ്പിച്ചത് ഞാൻ അജാസിനെയാണ്. അങ്ങനെയുള്ളപ്പോൾ ഗോവിന്ദന് ഒരാപത്ത് സംഭവിക്കാൻ പാടില്ല. മര്യാദയ്ക്ക് തേടി കണ്ടുപിടിക്കുക, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ശരി മാം, ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. അപ്പോഴേക്ക് വരും. എന്താ അമ്മ എന്ന് ചോദിക്കുക. മോനെ, ഗോവിന്ദനെ കാണാനില്ലാന്ന്. ഇത്രയും നേരം അജാസ് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഗോവിന്ദ് വാഷ്റൂമിൽ പോയതാ. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞേ. ഗോവിന്ദേട്ടൻ എവിടെ പോരാമേ? അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇല്ലടാ, കാറ് പോലും ഇല്ല. എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല. അമ്മ എന്തിനാ പേടിക്കുന്നേ? അല്ല, ഗോവിന്ദനെ കാണുന്നില്ലോ. ശരി അജാസ്, എത്രയും പെട്ടെന്ന് അന്വേഷിക്കുക. ശരി മാഡം എന്നും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു. ഈശ്വര, എൻ്റെ കണ്ണന് ഒരു ആപത്ത് സംഭവിക്കരുത്. അവൻ എവിടെ പോയിട്ടുണ്ടാവും? എന്തായാലും അമ്മ പേടിക്കൊന്നും വേണ്ട. ഗോവിന്ദേട്ടൻ എവിടെ പോകാനാ? ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ രാധിക ഫോൺ എടുത്ത് ഗോവിന്ദനെ വിളിക്കുക. 2 പ്രാവശ്യം വിളിച്ചിട്ടും ഗോവിന്ദ് ഫോൺ എടുക്കുന്നില്ല. അവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ.
അവനെന്താ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വരുൺ ഇങ്ങനെ സന്തോഷത്തോടെ ചിരിക്കുക. ഗോവിന്ദേട്ടൻ ഒരേ അടി പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴും രാധിക ഭയങ്കര ടെൻഷനോടുകൂടെ ആലോചിക്കുകയാണ്. എന്നാലും കണ്ണൻ എവിടെ പോയിട്ടുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷമാണ്. കിഷോറും നമ്മുടെ ഗീതുവും തമ്മിലുള്ള അടിപൊളി വിശേഷം. കാരണം കിഷോറിൻ്റെ കരണത്തടിച്ചും കിഷോറിനെ ഒരു വേലക്കാരനാക്കിയും AGM ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലിട്ട് ഗീതു തകർത്തടിക്കുന്ന തകർപ്പൻ വിശേഷം. അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത്. മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.